പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ എന്ന നമ്മുടെ പരമ്പരയിലെ പുതിയൊരു ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ചിന്തകളാണ്. എനിക്ക് കുറെ കൂടി നേരത്തെ പഠിക്കാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില പാഠങ്ങൾ. എൻ്റെ പഴയ തെറ്റുകൾ തിരുത്താൻ എനിക്കിനി മറ്റൊരു അവസരം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നതിലൂടെ ഒരാൾക്കെങ്കിലും ആ തെറ്റുകൾ വരാതെ കേൾക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്നത് നമുക്ക് ശാരീരിക വളർച്ചയോടൊപ്പം മാനസിക വികസനവും പഠിക്കാനുള്ള കഴിവുമാണ്. അതിനേക്കാൾ വലിയ മറ്റൊരു ഭാഗ്യം നമ്മുടെ അടുത്ത തലമുറയുടെ മാനസിക വികസനത്തെയും പഠനത്തെയും സ്വാധീനിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. ഇന്നത്തെ നമ്മുടെ ചെറിയ പാഠം ഇതാണ്: കുട്ടികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും തങ്ങളെ തന്നെ പ്രകടിപ്പിക്കാനും അവസരം ലഭിക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ വളരുന്നത്. നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനവും ഇത് തന്നെയാണ്. ഓരോ കുട്ടിയും ഈ ലോകത്തേക്ക് വരുന്നത് അനന്തമായ ജിജ്ഞാസയുമായാണ്, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി. അവർ എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. എന്തുകൊണ്ടാണ് ആകാശത്തിന് നീല നിറം? രാത്രിയാവുമ്പോൾ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത്? മീനുകൾക്ക് എന്തുകൊണ്ട് കരയിൽ ജീവിക്കാൻ പറ്റുന്നില്ല? ഈ ജിജ്ഞാസയാണ് പ്രകൃതിയുടെ ക്ലാസ് മുറി. അതാണ് പഠനത്തിന്റെ പ്രധാന എഞ്ചിൻ. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, വളരും തോറും പല കുട്ടികളും ചോദ്യങ്ങൾ ചോദിക്കുന്നത് പതിയെ നിർത്തും. അവർ എല്ലാം പഠിച്ചു കഴിഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ചോദ്യങ്ങളും പരീക്ഷണങ്ങളും തെറ്റുകൾ വരുത്തുന്നതുമൊക്കെ മൂലം തങ്ങൾക്ക് ശാസനയും ശിക്ഷയും മാത്രം ലഭിക്കുന്നു എന്ന് അവർ അറിയുന്നു. അങ്ങനെ പതിയെ മുതിർന്നവരുടെ നിരുത്സാഹപ്പെടുത്തലുകൾ അവരുടെ ഉള്ളിലെ ആ ജിജ്ഞാസയുടെ തീപ്പൊരി പൂർണ്ണമായി കെടുത്തിക്കളയുന്നു. തീർച്ചയായും മാതാപിതാക്കൾ ഇത് ചെയ്യുന്നത് കുട്ടികളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, അവരുടെ സുരക്ഷയും നന്മയും ഓർത്താണ്. അതിരുകൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: നമ്മുടെ ഈ നിയന്ത്രണങ്ങൾ കുട്ടികളുടെ ജിജ്ഞാസയെ വളർത്തുകയാണോ അതെയോ പതിയെ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? കുട്ടികൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളെ അനുസരണക്കേടായും തെറ്റുകളെ വലിയ പരാജയമായും അഭിപ്രായങ്ങളെ അനാദരവായും നമ്മൾ കാണാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്ന അനുസരണയുള്ള കുട്ടികളെ വളർത്താൻ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ സ്വയം ചിന്തിക്കാൻ കഴിവുള്ള നല്ലൊരു മുതിർന്ന വ്യക്തിയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകും. ഇതൊക്കെ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിശാലിയായ ഒരു കുട്ടിയുടെ ലക്ഷണമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെങ്കിലോ സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുന്നില്ലെങ്കിലോ ആണ് നിങ്ങൾ ശരിക്കും ആകുലപ്പെടേണ്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഒരു വശത്ത് ഞാനിത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നും എന്നാൽ മറ്റൊരു വശത്ത് ഇത് മറന്നുപോയിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കുട്ടികൾ നടക്കാൻ പഠിക്കുന്ന കാലത്ത് അവർ വീഴുമ്പോൾ അവരെ തടഞ്ഞില്ല, പകരം എഴുന്നേൽക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. അവർ സൈക്കിൾ ചവിട്ടാൻ ശ്രമിച്ചു. ബാലൻസ് തെറ്റി വീണപ്പോൾ സൈക്കിൾ ചവിട്ടുന്നതിൽ നിന്ന് അവരെ വിലക്കിയില്ല. നീന്താൻ പഠിച്ചപ്പോൾ ഒന്ന് മുങ്ങി അല്പം വെള്ളം കുടിച്ചതുകൊണ്ട് പഠനം നിർത്തിയില്ല. കാരണം വീഴ്ചകൾ പഠനത്തിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാമായിരുന്നു. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ഈ തത്വം ഞാൻ മനസ്സിലാക്കിയിരുന്നു. എങ്കിലും അവർ വളർന്നപ്പോൾ അവർ തെറ്റുകൾ വരുത്തുമോ, അപ്രിയമായ ചോദ്യങ്ങൾ ചോദിക്കുമോ, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുമോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഭയപ്പെടാൻ തുടങ്ങി. ഓർക്കുക, നടക്കാനും സൈക്കിൾ ഓടിക്കാനും നീന്താനും പഠിച്ച് അതേ രീതിയിൽ തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനും മാനസികമായി വളരാനും പഠിക്കുന്നത്. ശ്രമങ്ങളിലൂടെയും തെറ്റുകളിലൂടെയും വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതിലൂടെയും മാത്രം. എന്നാൽ സ്വാതന്ത്ര്യം നിയമങ്ങളില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഒരു പട്ടം ആകാശത്ത് ഉയർന്നു പറക്കുന്നത് അതിന്റെ നൂല് പൊട്ടിയത് കൊണ്ടല്ല, മറിച്ച് ആ നൂല് അതിന് കൃത്യമായ ദിശ നൽകുന്നത് കൊണ്ടാണ്. കുട്ടികൾക്കും സ്വാതന്ത്ര്യവും ഒപ്പം ശരിയായ വഴികാട്ടലും ആവശ്യമാണ്. നമ്മൾ അവരെ തീയിൽ തൊടാൻ അനുവദിക്കാറില്ല. തിരക്കുള്ള റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അവരുടെ കൈകൾ മുറുകെ പിടിക്കാറുണ്ട്. ആഴമുള്ള കിണറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അവരെ തടയാറുണ്ട്. സ്നേഹത്തോടെയുള്ള അതിരുകൾ ജീവിതത്തിൽ കാവലാകുമ്പോൾ അനാവശ്യമായ നിയന്ത്രണങ്ങൾ അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ ബാലൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തിലെ വലിയ കണ്ടെത്തലുകളൊക്കെ ഉണ്ടായത് മറ്റാരും ചിന്തിക്കാത്ത ഒരു ചോദ്യം ചോദിക്കാൻ ആരോ ഒരാൾ
ധൈര്യം കാണിച്ചതുകൊണ്ടാണ് എന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ വിശ്വസിച്ചിരുന്നത് വിദ്യാഭ്യാസം എന്നാൽ തലച്ചോറിലേക്ക് വിവരങ്ങൾ കുത്തിനിറയ്ക്കലല്ല, മറിച്ച് കുട്ടികളുടെ ജിജ്ഞാസയെ ഉണർത്തലാണെന്നാണ്. ആ ചിന്തയാണ് ശാന്തി നികേതൻ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. അവിടെ കുട്ടികൾ പ്രകൃതിയെ നിരീക്ഷിച്ചും പരസ്പരം സംസാരിച്ചും ക്രിയേറ്റീവായാണ് കാര്യങ്ങൾ പഠിച്ചിരുന്നത്. ഇതേ തത്വം നമ്മുടെ വീടുകളിലും ബാധകമാണ്. ഒരു ചെറിയ കുട്ടി വീട്ടിലെ അലാറം ക്ലോക്ക് അഴിച്ച് പരിശോധിക്കുകയാണെന്ന് വിചാരിക്കുക. പിതാവ് നീ അത് കേടാക്കുമെന്ന് പറഞ്ഞ് അവനെ ശകാരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വരൂ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ക്ലോക്ക് ചിലപ്പോൾ ഇനി ഒരിക്കലും നന്നാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവന്റെ ചിന്തയുടെ വളർച്ച തുടങ്ങുന്നത് അവിടെ നിന്നുമായിരിക്കാം. അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് മാവ് തറയിൽ വീണെന്ന് കരുതുക. അമ്മയ്ക്ക് ഇങ്ങനെ പറയാം, നോക്കൂ നീ ഇതെല്ലാം വൃത്തികേടാക്കി. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അത് സാരമില്ല, അങ്ങനെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ സംഭവിക്കാം, നമുക്കിത് ഒരുമിച്ച് വൃത്തിയാക്കാം. ആ കുട്ടിക്ക് അവിടെ ലഭിച്ച ആത്മവിശ്വാസം ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകാം. കുട്ടികൾ തങ്ങൾക്ക് പറ്റിയ തെറ്റുകളെയല്ല ഓർത്തു വെക്കുന്നത്, പകരം ആ സമയത്ത് അവരോട് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് അവർ ഓർക്കുന്നത്. എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. നമ്മുടെ പൗരസ്ത്യ മലയാളി സംസ്കാരത്തിന്റെ ഭാഗമായി അവിടെ തുടരുത്, അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത് എന്നിങ്ങനെയുള്ള ഒരുപാട് വിലക്കുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. അറിയാതെയാണെങ്കിലും എൻ്റെ കുട്ടികളിലേക്കും അത് പകർന്നു പോയിട്ടുണ്ട്. ഇന്ന് എൻ്റെ മക്കൾ ഞങ്ങളുടെ കൊച്ചുമക്കളെ വളർത്തുമ്പോഴും അതിന്റെ ചില നിഴലുകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് എൻ്റെ അറിവുകൾ വെച്ച് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് കഴിയില്ല, കാരണം കൊച്ചുമക്കൾ എൻ്റെ മക്കളല്ലല്ലോ. എങ്കിലും എന്നേക്കാൾ നല്ല മാതാപിതാക്കളായി മാറാൻ എൻ്റെ മക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് എനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇതിന്റെ മറുപുറമായി പാശ്ചാത്യ സംസ്കാരത്തിൽ ഞാൻ അപകടകരം എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികളെ അനുവദിക്കുന്നത് പല പ്രാവശ്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കൂസലില്ലാതെ അവർ പല കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാവാം കാലാകാലങ്ങളായി അവർ അസാധ്യമായത് പലത് ചെയ്തതും. നാളെ ലോകത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനോ അധ്യാപകനോ കലാകാരനോ വ്യവസായിയോ അല്ലെങ്കിൽ ദാർശനികനായ ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവോ കാരുണ്യം നിറഞ്ഞ ഒരു ആത്മീയ ഗുരുവോ ഒക്കെ ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലും ഉണ്ടാവാം. അവർക്ക് അടുത്ത ചോദ്യം ചോദിക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുമുള്ള ധൈര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കോ റാങ്കോ ഒന്നും നമ്മൾ ഓർക്കാൻ വഴിയില്ല. നമ്മൾ ഓർക്കുന്നത് അവർ എങ്ങനെയുള്ള മനുഷ്യരായി വളർന്നു വന്നു എന്നതാണ്. അവർ സത്യസന്ധരാണോ? അവർക്ക് മറ്റുള്ളവരോട് കരുണയുണ്ടോ? സ്വന്തമായി ചിന്തിക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നോ? ഈ ലോകത്തെ കുറച്ചുകൂടി നല്ലൊരു ഇടമാക്കാൻ അവർ തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചോ? പഠിത്തമൊക്കെ കഴിഞ്ഞാലും ജീവിതത്തിൽ ബാക്കിയാകുന്ന യഥാർത്ഥ ചോദ്യങ്ങൾ ഇവ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് സ്വയം ഒരു ലളിതമായ ചോദ്യം ചോദിക്കാം. എനിക്ക് ചുറ്റുമുള്ള കുട്ടികൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്റെ വാക്കുകൾ അവരെ കൂടുതൽ ചിന്തിപ്പിക്കുകയാണോ ചെയ്യുന്നത്, അതോ അവരെ മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കുകയാണോ? ഒരുപക്ഷെ ഇതായിരിക്കാം ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഇന്നത്തെ ചെറിയ പാഠം. വീണ്ടും കാണും വരെ ജീവിതത്തിൽ നിന്ന് പഠിക്കുക മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ആ വലിയ മൂലധനം കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി.